ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ വഴി നമ്മളൊന്നിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ സമയം നമ്മളങ്ങനെ യാത്ര തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഷോളയാർ ഡാം ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാൽ അങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലേസുകളാണ് ഇതൊക്കെ കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ്. പിന്നെ എന്താണെന്ന് പറയുക, ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോഴത്തെ ഡിസംബറും ആ ഒരു ടൈം ആയതുകൊണ്ട്, നവംബർ ഡിസംബർ ആ ടൈം ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ടൈമൊന്നും പറയേണ്ട. ഇവിടെ നല്ല അടിപൊളി പ്ലേസാണ്. നമുക്ക് ഈ വഴി നമുക്ക് യാത്ര ചെയ്തതിൽ ഒരിക്കലും ബോറടിക്കില്ല. കാരണം നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ആ 100 ചില്ലറ കിലോമീറ്റർ നമുക്ക് പെട്ടെന്ന് പോകും. അതായത് നമുക്ക് ബോറടിക്കില്ല. കാരണം രണ്ട് സൈഡിലായിട്ട് തേയിലത്തോട്ടങ്ങളും അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു കൂളിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെ കേരള വണ്ടി തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ടോ. ട്രിപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വഴി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ അത് തമിഴ്നാടിൻ്റെ ബസ്സാണ്. നമ്മുടെ ഇവിടേക്ക് പോകുന്നതാണ്. അതിരപ്പള്ളി, അതേപോലെ തന്നെ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. പിന്നെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഇവിടുത്തെ ഒരു നമ്മൾ യാത്ര ചെയ്യുന്നൊരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. അതായത് 6 മണിക്ക് ശേഷം എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് നമ്മളങ്ങോട്ട് കയറ്റി വിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്നും എന്ത് ചെയ്തില്ല, നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. രാത്രി കാലങ്ങളിൽ ഇവിടെ യാത്ര അനുവദിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ആന അങ്ങനെ പോലത്തുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഭക്ഷണം തേടുന്നതും പിന്നെ അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ഭയങ്കര നിയന്ത്രണമാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ സൈഡിലൊക്കെ നിന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര സീനാണ്. 1-2 പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കാനാണ്, നമ്മളിങ്ങനെ ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഓക്കെ പെട്ടെന്ന് എടുത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, അലേർട്ടാണ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര തണുപ്പാണ്. ഒരു രക്ഷയില്ല. ഇത് ഞങ്ങളുടെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടൊന്നുമുള്ളതൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ തോന്നിയതാണ്. നമുക്ക് 1-2 ചെറിയ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും തമിഴ്നാട് പോകണം. അപ്പോൾ നമ്മൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ പാലക്കാട് ടച്ച് ചെയ്ത് പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് എത്താം. പക്ഷെ ഇതൊരു കാട്ടിലൂടെ ഒരു യാത്ര കിട്ടുമല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ എടുത്തതാണ്. നമ്മൾ ഏകദേശമൊക്കെ റണ്ണിങ്ങിൽ അയക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ നല്ല വ്യൂസ് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യണുള്ളൂ. പിന്നെ നമ്മൾ ടൈമിങ്ങും ഉണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ എത്താറായി. അതായത് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ എത്താറുള്ള ഒരു ടൈമിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 40-50 കിലോമീറ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇവിടെ ഷോളയാറൊക്കെ കഴിഞ്ഞാൽ വാൽപ്പാറൊക്കെ പോയാലാണ് ഇപ്പോൾ ഒരു ടൗൺ ഉണ്ടാവുള്ളൂ. അതായത് ഗൈസ് നമുക്ക് ഫസ്റ്റായിട്ടുള്ള നമ്മൾ എന്താ പറയുക, ഒരു മ്ലാവിൻ്റെ കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നമുക്ക് ആ വണ്ടി അവിടെ നിന്ന് സൈഡാക്കിയിട്ട് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ യാത്രക്കിടയിൽ നമ്മൾ ഫസ്റ്റായിട്ട് കണ്ട 2 മൃഗങ്ങളുണ്ട് കേട്ടോ അവിടെ. മ്ലാവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ തേയിലത്തോട്ടത്തിൽ നിന്നിട്ട് അവരിങ്ങനെ തേയില ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടൊന്നുമില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കിതൊന്ന് കവർ ചെയ്യാന്നുള്ള ഇതിൽ നമ്മൾ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മൾ ആ കൂട്ടാണ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല റോഡിന് സൈഡിലായിട്ട് ഇവർ 2 വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മ്ലാവിനെ കണ്ടിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഷോളയാർ ഡാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ ഷോളയാർ ഡാം. ഒരു രക്ഷയില്ല കാണാൻ കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. നല്ല അടിപൊളിയാണ്. പിന്നെന്താ പറയുക, ഇവിടെ ഒരു പുലർച്ചെ ഇങ്ങനെ ഒരു 7 മണി ആ ടൈമാണല്ലോ, മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വന്ന് ഇതാക്കുന്നുള്ളൂ. അപ്പോൾ കുറേ സ്റ്റുഡൻസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നവർ കുറച്ച് പേര് അവിടെ ഉണ്ട്. അതിൻ്റെ അടിയിൽ നല്ലൊരു കാഴ്ചയാണ്. നല്ല പാറക്കെട്ടും കാര്യങ്ങളൊക്കെ. വെള്ളം കുറവാണ്. അതായത് മഴയില്ലാത്തതുകൊണ്ടേ ഇവിടെ വെള്ളമൊന്നുമില്ല. അതിൽ അത്ര കാര്യമായിട്ടുള്ള വെള്ളം ഒന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി യാത്രയുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. കണ്ടില്ലേ ഗൈസ്, അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആരൊക്കെ ഇവിടെ തള്ളിയിട്ടുണ്ട്. അപ്പുറത്തൊന്നും കാണുന്നില്ല. അവിടെ വേസ്റ്റ് ഇടരുതെന്നുള്ള ബോർഡൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ അവർ കാണാണ്ട് ഇടുന്നതായിരിക്കും. പിന്നെ കുറേ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നത്. ഞാൻ അവരെ വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതുന്നുണ്ടാവും. പിന്നെ പ്രോബ്ലം. അപ്പോൾ ഡാമിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം ഇങ്ങനെ വ്യാപിച്ചെടുക്കേണ്ടത്. അത് ഇതിൻ്റെ നമ്മളൊരു വ്യൂ ആണ്. പക്ഷെ ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അത് അതിൻ്റെ നേരെ തന്നെ ഒരു പാലമുണ്ട്. ഇവിടെ നിന്നൊരു ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാമിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കാണാൻ പറ്റും. അതായത് വിസിറ്റേഴ്സൊക്കെ അലൗഡ് ആയിട്ടുള്ള, നമുക്ക് കയറി ഡാമിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് എത്തും. അത് ഇതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ വരുന്ന ഇപ്പോൾ ഈ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതാണ്.
അതായത് ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ചോളയാർ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് ഇപ്പോൾ ഈ ഡാമിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഉള്ളത് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു 2 പിന്നെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ കാണുന്നത് നേരത്തെ കണ്ടില്ലേ. നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ. വേറെ ഒന്നുമില്ല, ഈ റൂട്ട് അല്ലെങ്കിലും നല്ല എന്താ പറയുക ഫേമസ് റൂട്ടാണ്. എല്ലാ എന്താ പറയുക ചില്ലേഴ്സൊക്കെ വരുന്ന നല്ല അടിപൊളി റൂട്ടാണ്. കാരണം നമുക്ക് ബോറടിക്കില്ല. ഇപ്പോൾ ഇത്രയും നമ്മൾ യാത്ര ചെയ്തിട്ട് പോലും നമുക്കൊരു ടയേർഡ് ഉണ്ടല്ലോ, വേറെ എവിടേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ടയേർഡില്ല, അതൊന്നുമില്ല. നമ്മളിപ്പോഴും ആ ഫ്രഷ് മൂഡിലാണ് നമ്മളിപ്പോഴും. നമ്മൾ എന്താണെന്ന് പറയുക കൂടുതൽ നമ്മൾ ഒരു ചടപ്പൊക്കെ വരില്ല. അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടൊന്നുമില്ല. ഈ നീണ്ടു നിവർന്ന് നിൽക്കുന്നതാണ് നമ്മളെ ഡാം കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം നല്ല സെറ്റാണ്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ഈ ഡാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബ്രിഡ്ജാണത്. ഈ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മൾ ഷോളയാർ ഡാം ഇട്ടാം. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്നിട്ടൊരു വീഡിയോക്കും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പതുക്കെ പോവുക. അതിൻ്റെ മെയിൻ ഗേറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, പതുക്കെ പോകണം. അവിടെ നിന്ന് പോകുന്ന ഇടയ്ക്ക് തന്നെ നല്ല അടിപൊളി മഞ്ഞൊക്കെ മൂടി. ഇപ്പോൾ ഈ മോർണിംഗ് രാവിലെ സമയമായതുകൊണ്ടേ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. മലകളൊക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ കേട്ടിരിക്കേ, അവിടത്തൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. ആ ലാസ്റ്റിലേക്ക് കണ്ടില്ലേ എന്ത് ലുക്കാണെന്നറിയാം. നല്ല അടിപൊളി കണ്ടില്ലേ, നല്ല പക്ക വ്യൂ ആണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. നമ്മളിവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ടൂറിസ്റ്റ് ഏരിയ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ലൈക്കിൻ്റെ ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക ട്രക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നീട് കവർ ചെയ്യും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കി ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരവ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് മൂഡിലല്ല വന്നത്. നമുക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ തമിഴ്നാട് എന്തായാലും പോകണം. അപ്പോൾ അത് നമ്മളൊരു യാത്ര പോലെ ആക്കിയിട്ട് എന്താ പറയുക, നമ്മളൊരു ട്രിപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ പോയിട്ട് എങ്ങനെയാണ് നമ്മളെ മൂഡ് എന്നുള്ളത്, നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ട്രിപ്പിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. കണ്ടില്ലേ മലനിരകളിങ്ങനെ വേണ്ടെന്ന് വരുന്ന ഇങ്ങനെ കിടക്കുകയാണ്. മഞ്ഞ് മൂടിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ പോയിട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഒടുക്കത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. ഏകദേശം ഡാമിൻ്റെ ഒരു ഫ്രണ്ട് ഗേറ്റിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു സ്റ്റാച്യു പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ കാട്ടുപോത്തിന് ഇതൊക്കെ ആയിട്ടുള്ള, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു എന്താ സെറ്റപ്പാണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടെ കൂടുതൽ നമുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത വഴികൾക്കുള്ള യാത്രയാക്കാം. അപ്പോൾ നേരെ പോവുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഷോളയാർ ഡാമിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയാണ്. അതായത് നമുക്ക് കയറി ചെല്ലാൻ ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് കയറാൻ പറ്റുന്ന ആ ഒരു ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഷോളയാർ ഡാമിൻ്റെ എൻട്രൻസ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ടൂറിസ്റ്റിനൊക്കെ പോവാം. കണ്ടില്ലേ അത് കാണുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മാക്സിമം ടൈം. അപ്പോൾ തന്നെ അവിടെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഗേറ്റ് ഓപ്പണിങ്ങിനായിട്ടുള്ള. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത്.